ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ കാണുന്ന വീഡിയോ എൻ്റെ പ്രീവിയസ് വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. പ്രീവിയസ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം കേട്ടോ. ലക്കോക്ക് വില്ലേജ് നമ്മൾ പോയിട്ട് അവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വിൽഷെയർ തന്നെയുള്ള കാസൽ കോംബ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് വില്ലേജിലേക്കാണ്. സാധാരണ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല മഴയും അല്ലെങ്കിൽ മൂടിയായ വെതറാണ്. എന്തോ ഭാഗ്യം കൊണ്ട് ഇത്തവണത്തെ യാത്രയിൽ നമുക്ക് നല്ല വെതറായിരുന്നു, നല്ല സണ്ണി ആയിട്ടുള്ള ഡേ ആയിരുന്നു. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വന്നിരിക്കുന്ന സ്ഥലത്ത് ഒരുപാട് ആളുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഫോട്ടോ ഒന്നും കിട്ടത്തില്ല. എനിവേ ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നറിയില്ല. ഇവിടെ വന്നപ്പോൾ ഇവിടെ നമുക്ക് കാർ പാർക്ക് ചെയ്യാൻ പോലുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല, അതിന് മാത്രം ആളുണ്ടായിരുന്നു ഇവിടെ. അപ്പം നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മൾ താഴേക്ക് നടന്നാണ് പോണേ. നമുക്ക് വേണമെങ്കിൽ വണ്ടിയും കൊണ്ടുപോകാം. പക്ഷെ താഴേക്ക് പോകുന്ന സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്, അതുപോലെ തന്നെ കുട്ടികളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഇച്ചിരി കുറച്ച് റിസ്ക് ചെയ്യാൻ തോന്നിയുണ്ട്. കുട്ടികളൊക്കെ ചുമ്മാ ഇങ്ങനെ ഓടിയൊക്കെ പോകുന്നതാണ് നമുക്ക്. അപ്പോൾ റിസ്ക് ആയതുകൊണ്ട് ഞങ്ങൾ മുകളിൽ പാർക്ക് ചെയ്തിട്ട് താഴേക്ക് നടന്നു പോവുകയാണ്. ഇതൊരു ഇംഗ്ലീഷ് വില്ലേജ് തന്നെയാണ്. അവിടെ നമ്മൾ ഫേമസ് ആയുള്ള കുറേ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. പക്ഷേ നിറച്ച ആളാണ്, നമ്മൾ പോകുന്ന വഴിയിലെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ഫോട്ടോഷൂട്ടിന്, അതായത് വെഡ്ഡിങ് ഫോട്ടോസിനൊക്കെ ആയിട്ട് ഇവിടെ ഒരുപാട് പേര് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉള്ള ഒരു ഏരിയയാണിത്. ഇവിടെയുള്ള വീടുകളൊക്കെ നിങ്ങൾ കണ്ടോ, എത്ര പഴയതാണെന്നറിയാമോ? ഈ കെട്ടിടങ്ങളൊക്കെ മണ്ണുകൊണ്ടും അതുപോലെ തന്നെ കല്ലുകൊണ്ടും ഒക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഗ്രാമത്തിനുള്ളിലൂടെ നല്ലൊരു നദി ഒഴുകുന്നുണ്ട്. നമ്മൾ മുമ്പിലോട്ട് പോകുമ്പോൾ ആ നദി കാണാൻ പറ്റും നമുക്ക്. പണ്ട് ഈ വില്ലേജിലെ മെയിൻ ബിസിനസ് ടെക്സ്റ്റൈൽ ബിസിനസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ടൂറിസമാണ് ഇവിടുത്തെ മെയിൻ ഒരു വരുമാന മാർഗമായിട്ട് അവർ പറയുന്നത്. എല്ലാ വീടുകളും 14-15 നൂറ്റാണ്ടുകളിലുള്ളതാണ്. ഈ കാണുന്ന വീട് കണ്ടോ, 1573 ഉണ്ടാക്കിയ വീടാണ്. എന്തായാലും ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു വണ്ടറായിട്ട് തോന്നി. എത്ര നന്നായിട്ട് അവരതിനെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് നോക്ക്. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിറച്ച ആളുകളാണ്. നമുക്ക് അങ്ങോട്ടൊരു നല്ലൊരു ഫോട്ടോ പോലും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റത്തില്ല. എല്ലാ ഫ്രെയിമിലും നമുക്ക് ആളുണ്ട് അവിടെ. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം കണ്ടത് ഒരു ചർച്ചാണ്. കാസൽ കോംബിലെ മെയിൻ അട്രാക്ഷനുകളിൽ ഒന്നാണ് ഈ ചർച്ച്. ഇത് സെന്റ് ആൻഡ്രൂ ചർച്ച് എന്നാണ് എൻ്റെ പേര്. കാസൽ കോംബിലെ തന്നെ വളരെയധികം പ്രസിദ്ധമാണ് ഈ ചർച്ച്. ഇവിടെയുള്ള ബാക്കിയുള്ള ബിൽഡിങ്സ് പോലെ തന്നെ ഇതും 13th സെഞ്ചുറിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ 15th സെഞ്ചുറി ആയപ്പോൾ ഇത് വീണ്ടും പുതുക്കി പണിതിട്ടുണ്ടായിരുന്നു. ഇത് പൊതുവെ എല്ലാ ദിവസവും തുറന്നിട്ടുണ്ട് ഈ ചർച്ച്. പക്ഷേ ചില ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ ഇത് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പം നിങ്ങൾ പോകുകയാണെങ്കിൽ ഗൂഗിളിൽ നോക്കിയിട്ട് അതിൻ്റെ ഓപ്പണിംഗ് ടൈമൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ. വേൾഡ് വാർ 1, 2 ഒക്കെ നടക്കുന്ന സമയത്ത് ഈ ഗ്രാമത്തിലെ വില്ലേജേഴ്സ് ഒരുപാട് പേര് യുദ്ധത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാർ ഹീറോസ് ആയിട്ടുള്ള അവരുടെ പേരുകളും അതൊക്കെ ഇവിടെ ഈ പള്ളിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത് കണ്ട് മുന്നിലൂടെ നടന്നു പോയപ്പോഴാണ് ഇവിടെ ഈ ക്ലോക്ക് കാണുന്നത്. ഇത് ഇംഗ്ലീഷ് ടറൻ ക്ലോക്ക് എന്നാണ് ഇത് പറയുന്നത്. ഇത് പെൻഡുലം ക്ലോക്ക് വരുന്നതിന് മുമ്പുള്ള ക്ലോക്ക് ആയതുകൊണ്ട് ഇത് പ്രീ പെൻഡുലം ക്ലോക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ക്ലോക്ക് ഫംഗ്ഷൻ ചെയ്യുന്നത് നമുക്ക് കാണണമെങ്കിൽ അവിടെ 20p ഈ ഒരു മെഷീനിൽ കൂടി ഇട്ടാൽ ഇതിനുള്ളിൽ ലൈറ്റ് തെളിയും. അത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ 20p എങ്ങനെയോ കയ്യിലുണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന്. അപ്പോൾ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പം ഇത് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. പൈസ ഇട്ടെന്ന് വിചാരിച്ചാൽ നമുക്ക് ഒരുപാട് നേരമൊന്നും ഇത് കാണാൻ പറ്റില്ല. ഒരു 1 മിനിറ്റൊക്കെ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. ആ 1 മിനിറ്റ് കൊണ്ട് ഇത് വീണ്ടും ലൈറ്റൊക്കെ ഷട്ട് ഡൗൺ ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നത് നിൽക്കും.
നമ്മൾ പൈസ ഇട്ട് കഴിയുമ്പോൾ ഇതിനുള്ളിൽ ലൈറ്റ് തെളിയത്തുള്ളൂ, ഇത് വർക്ക് ആവത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് അങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഈ കാണുന്നതാണ് അവിടെ ആ ഗ്രാമത്തിൽ നിന്ന് പോയിട്ടുള്ള വാർ ഹീറോസിൻ്റെ നെയിമാണ് ഈ കാണുന്നത്. പള്ളിയിലെ ഒട്ടുമിക്ക ഏരിയയിലും ഇങ്ങനെയുള്ള പേരുകൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിലുള്ള മിക്ക പഴയ പള്ളികളിൽ പോയാലും നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയുള്ള വാർ ഹീറോസിൻ്റെ പേരുകൾ എഴുതിയിരിക്കുന്നത്. കാരണം ചർച്ച് കമ്മ്യൂണിറ്റിയുടെ ഒരു മെയിൻ പാർട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അവരുടെ ഒരു സ്മാരകമായിട്ട് ഇവരുടെ പേരുകളൊക്കെ എഴുതിയിരിക്കുന്നത്. ഇതിൽ ഒരുപാട് പേര് ഇപ്പോഴും തിരിച്ചു വരാത്തവരുണ്ട്, കുറേ പേരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ മരിച്ചു പോയുള്ള അവരുടെ എല്ലാം പേരുകൾ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി പള്ളിയിൽ നിന്നിറങ്ങി ഞാൻ കാണാൻ വന്ന മെയിൻ ആയിട്ടുള്ള ഏരിയയിലോട്ട് പോവാണ്. ആക്ച്വലി എൻ്റെ മനസ്സിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്ര ആളുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു നന്നായിട്ട് എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പം നമ്മളിങ്ങനെ നടന്നു പോവാം, നമുക്ക് നോക്കാം എനിക്ക് ഫോട്ടോ കിട്ടുമോയെന്ന്. വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഈ വീടുകളുടെ എല്ലാം മുന്നിൽ കിടക്കുന്ന വണ്ടികളും അതിലൂടെ പാസ് ചെയ്യുന്ന വണ്ടികളൊക്കെ വളരെയധികം പോഷായിട്ടുള്ള ബൈക്കുകളും കാറുകളൊക്കെയാണ്. ഞാൻ വലിയൊരു കാറ് ഭ്രാന്തിയൊന്നുമല്ല, പക്ഷേ ചില വണ്ടികളൊക്കെ കണ്ടപ്പോൾ ലംബോർഗിനി അങ്ങനത്തെ കാറുകളൊക്കെയാണ് ഓരോ വീടുകളുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ഫോട്ടോ പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഞാൻ മുമ്പ് പറഞ്ഞ റിവർ. അപ്പോൾ ഇതാണ് ഫോട്ടോ പോയിന്റ്. എല്ലാവരും അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. മെയിനായിട്ട് ഈ വില്ലേജ് നമുക്ക് ബാക്കിൽ വരുന്ന രീതിയിലുള്ള ഫോട്ടോയാണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷെ ആൾ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒരൊറ്റ ഫോട്ടോ വരികയ്ക്ക് കിട്ടില്ല. നമ്മൾ എല്ലാ ഫ്രെയിമിലും അവിടെ ആളുണ്ടാവും. അപ്പോൾ ഇത്ര ഉള്ളു ഇവിടെ കാണാൻ വേണ്ടി. ഈ ഒരു വില്ലേജാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ടോയ്ലറ്റ്. അവിടെ തന്നെ നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇതിൻ്റെ കൂടെ ഞാൻ അതിൻ്റെ ഫോട്ടോ കൊടുക്കാം കേട്ടോ, ഞാൻ എടുത്ത ഫോട്ടോ എന്താണെന്നുള്ളത്. ഒരു ദിവസം തന്നെ നമ്മൾ 3 ലൊക്കേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അങ്ങനെ പോകേണ്ട കാര്യമില്ലായിരുന്നു, പക്ഷേ ഇങ്ങനെ നമ്മൾ ഗൂഗിളൊക്കെ നോക്കിയപ്പോൾ 3 അട്രാക്ഷൻസ് നോക്കി അങ്ങനെ പോയതാണ്. അപ്പം ഞാൻ അടുത്തത് പോകുന്നത് ഒരു ഗോൾഡൻ ഹില്ല് കാണാൻ വേണ്ടിയാണ്. ഇതിൻ്റെ ഫോട്ടോയും വളരെയധികം ഫേമസ് ആണ്. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഇപ്പോൾ പോകണമെന്നില്ലായിരുന്നു. ഞാൻ ബിബിനോട് പറയുന്നുണ്ട് നമുക്ക് വേറൊരു ഡേ ഇത് മാത്രം ചെയ്യാനായിട്ട് വരാമെന്ന്. അപ്പോൾ ബിബിൻ പറഞ്ഞത് എന്താണെങ്കിലും ഒരു 30 മിനിറ്റ്സിൻ്റെ ട്രാവലുള്ളൂ, അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ പോയി കണ്ടിട്ട് എനിവേ സൺസെറ്റ് ടൈമിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുക, അപ്പോൾ നമുക്ക് വേഗം പോയി കണ്ടിട്ട് പോകാമെന്നാണ്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. ഞാൻ എപ്പോഴും ഒരു ലൊക്കേഷനിൽ പോകുമ്പോൾ അതിൻ്റെ നിയറസ്റ്റ് പാർക്കിംഗ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ആ പാർക്കിങ്ങിലേക്കാണ് ഞങ്ങൾ സാധാരണ നമ്മുടെ GPS വെക്കാറുള്ളത്. അപ്പം നമ്മൾ ആ വില്ലേജിലേക്ക് എത്തിയിട്ടുണ്ട്. സൺ സെറ്റാകുന്ന ടൈമിൽ നമ്മൾ അവിടെ കാണണമല്ലോ, അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ സ്പീഡിൽ ഓടുകയാണ്. ഷാഫ്സ്ബറിയിലാണ് ഈ ഗോൾഡ് ഹില്ലുള്ളത്. അപ്പോൾ ഇത് ഡോർസെറ്റ് കൗണ്ടിയുടെ പാർട്ടാണ്. അപ്പം നമ്മൾ ഗോൾഡൻ ഹില്ലിലേക്ക് പോകുന്നിടത്ത് തന്നെ നമ്മുടെ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കാണാൻ വളരെ ഭംഗിയാണ്. മെയിൻലി ഇത് സൺസെറ്റ് ടൈമിലാണ് ഇവിടെ വരുന്നത്. ഏറ്റവും നല്ല സൺറൈസ് ടൈം നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺസെറ്റ് ആയിരുന്നു. നല്ല ഗോൾഡൻ കളറായിരുന്നു. പേര് പോലെ തന്നെ ഗോൾഡൻ ആയിട്ടുള്ള ഒരു ഹില്ലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ മെയിനായിട്ട് കാണാൻ വന്ന ഇതൊന്നുമല്ല, നമ്മൾ ആ മെയിനായിട്ടുള്ള ഏരിയയിലോട്ട് നമ്മളിനി പോകാൻ പോകുന്നുള്ളൂ കേട്ടോ. ആക്ച്വലി ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്കിത് എങ്ങോട്ടാണ് പോകേണ്ടെന്നൊരു ഐഡിയ ഇല്ല. കാരണം നമ്മൾ ഫോട്ടോയിൽ കണ്ട ഒരു ഏരിയ അല്ല ഇവിടെ കാണുന്നത്. അപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു നമ്മൾ വന്നിരിക്കുന്ന ലൊക്കേഷനിലേക്കല്ല, കുറച്ചുകൂടെ ഒന്ന് മാറി നോക്കാമെന്ന്. അപ്പം നമ്മൾ അങ്ങോട്ട് ഇനി പോവുകയാണ്.
അപ്പോൾ ഈ കാണുന്ന ഒരു സ്റ്റീപ്പായ ഒരു ഏരിയയാണ്. അപ്പോൾ എനിക്ക് അതിലൂടെ അമ്മേനെ കൊണ്ട് പോകാൻ വേണ്ടി ഇച്ചിരി പേടിയുണ്ടായിരുന്നു. പക്ഷെ അവിടെ കണ്ടപ്പോഴത്തേനും എന്നെക്കാളും എക്സൈറ്റഡ് ആയിരുന്ന അമ്മയായിരുന്നു. കാരണം സൺസെറ്റ് ടൈം കറക്റ്റിൽ നമ്മൾ വന്നതുകൊണ്ട് ഇവിടെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ എത്ര ഭംഗിയാണെന്നുള്ളത്. ഇവിടെ നടക്കാൻ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. കാര്യം നമുക്ക് കാണുമ്പോൾ ഇത് ഭയങ്കര സ്റ്റീപ്പായിട്ട് തോന്നുമെങ്കിലും നമുക്ക് നടന്നു കയറാൻ അത്ര ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയില്ല. അപ്പം ഞാനും അമ്മയും താഴെ വരെ അങ്ങ് നടന്നു പോയിട്ടുണ്ടായിരുന്നു. കൊച്ചുള്ളതുകൊണ്ട് ബിബിൻ മുകളിൽ തന്നെ നിന്നതുള്ളൂ. ഞങ്ങൾ താഴെ വരെ നടന്നു പോയിട്ട് അതിൻ്റെ ഒരു താഴെ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ ഇതിനെ തിരിച്ച് കയറി വന്നു. കാരണം സണ്ണ് സെറ്റായി തുടങ്ങിയിരുന്നു നന്നായിട്ട്. പിന്നെ ഇച്ചിരി ഇരുട്ടാൻ തുടങ്ങിയുകൊണ്ട് ഇനി പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ പോസ്റ്റ് കോഡ്സൊക്കെ വീഡിയോ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.